എന്നെ ഒന്ന് വെറുതെ വിട. അങ്ങനെ വെറുതെ വിടാൻ പറ്റോ? ഇത് പ്രിയൻ ചേട്ടന്റെ ജീവിതത്തിന്റെ കാര്യ. എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഒരു കാരണം പറഞ്ഞിട്ടാ നീ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിവാവുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എന്നാ ഇതങ്ങനെയല്ലല്ലോ. അത് എന്റെ ചേച്ചിയുടെ കല്യാണത്തിന്റെ ദയവ് ചെയ്ത് ചേച്ചിയുടെ കല്യാണത്തിന്റെ കാര്യം പറയരുത്. അത് വിശ്വസിക്കാനും മാത്രം മണ്ടിയല്ല ഞാൻ. നിന്നെ ഇതൊക്കെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. കാര്യമുണ്ട്. ഞാനുമായി കുട്ടിക്കാലം മുതൽ തീരുമാനിച്ച കല്യാണം വേണ്ടാന്ന് വെച്ചിട്ടാ പ്രിയൻചേട്ടൻ നിന്നെ തെരഞ്ഞെടുത്തത്. നീ കാരണം ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയൻചേട്ടനെ വേണ്ടാന്ന് വെക്കാൻ നിനക്ക് എന്ത് കാരണമാണ് ഉള്ളതെന്ന് അറിയാനുള്ള അവകാശം മറ്റാരെക്കാളും എനിക്കുണ്ട്. എനിക്ക് പോണം. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. ഞാനിങ്ങോട്ട് വെറുതെ വന്നതല്ല. എന്നെ ഒരാൾ വരുത്തിയതാ, അതും ഒരു ഊമക്കത്തെഴുതി. ഇതിലെന്താ എഴുതിയിരിക്കുന്നെന്ന് കണ്ടില്ലേ? പ്രിയൻചേട്ടനുമായുള്ള കല്യാണം മുടങ്ങിയതിനു ശേഷം ആ വീടിന്റെ പടി ചവിട്ടില്ലെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ഈ കത്ത് എഴുതിയ ആളെ കണ്ടുപിടിക്കാൻ ഞാൻ ആ തീരുമാനം മാറ്റി. ഇതാരാ എഴുതിയത്? എനിക്കറിയില്ല. ഇങ്ങനെ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? നിങ്ങൾ തമ്മിലുള്ള ബന്ധം തകർക്കാൻ വേണ്ടി ആരോ എന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. ആര് വിളിച്ചിട്ടാണെങ്കിലും തുളസി ഇപ്പൊ ഇവിടെ വന്നില്ലേ? ഞാൻ പ്രിയൻചേട്ടന്റെ ജീവിതത്തിലേക്ക് പാതിയിൽ കയറി വന്നവളാ. അദ്ദേഹത്തിന് വേണ്ടി കുട്ടിക്കാലം മുതൽ കാത്തിരുന്നത് തുളസിയാ. പ്രിയൻചേട്ടന്റെ അമ്മയ്ക്കും നീ മരുമകളായിട്ട് വരണമെന്ന ആഗ്രഹം. നിങ്ങളുടെയൊക്കെ ജീവിതം ഞാൻ കാരണം അവതാളത്തിലാവുകയാ ചെയ്തത്. ഞാൻ ഒഴിഞ്ഞു മാറിയ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. എന്തൊരു വിശാല മനസ്കഥ! സ്നേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യാനുള്ള പരിപാടിയാണോ? പ്രിയൻചേട്ടനെ പ്രേമിക്കുമ്പോ നിനക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാമായിരുന്നില്ലേ? അപ്പൊ തോന്നാത്ത കുറ്റബോധം എങ്ങനെയാ ഇപ്പൊ വന്നത്? പ്രിയൻചേട്ടന്റെ ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ജാതകം നോക്കിയപ്പോ 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തണമെന്ന് ജോത്സ്യം പറഞ്ഞു. എനിക്ക് അതിനെന്തായാലും കഴിയില്ല. ദൈവം ഞങ്ങൾ ഒരുമിക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ചത് എന്നാ എനിക്ക് തോന്നുന്നത്. നീയും പ്രിയൻചേട്ടനും ഒന്നിക്കണം എന്നായിരിക്കും ദൈവനിശ്ചയം. ഓ, അപ്പോ ഞാൻ പ്രിയൻചേട്ടന്റെ ജീവിതത്തിലേക്ക് വീണ്ടും വരാൻ കാരണക്കാരി നീയാണല്ലേ? നീ പറയുന്ന കേട്ടാ ഈ കത്തെഴുതിയത് നീയാണെന്ന് തോന്നുമല്ലോ. ഞാനോ? ഞാനൊന്നും അല്ല എഴുതിയത്. അതാരെഴുതിയതാണെങ്കിലും നിന്നെ ഇവിടെ കൊണ്ടുവന്നത് വിധിയാ. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം. ഞാനിനി പ്രിയൻചേട്ടന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല. സന്തോഷമായി ഒരുമിച്ച് ജീവിക്കേണ്ടിയിരുന്ന നിങ്ങളുടെ ഇടയിലേക്കുണ്ടായ ചെറിയൊരു പ്രശ്നമായി മാത്രം എന്നെ കണ്ടാൽ മതി. ഇപ്പോ അത് ഒഴിവായി. പ്രിയൻചേട്ടന്റെ അമ്മയും നീയും ഒക്കെ ആഗ്രഹിച്ച പോലെ ഇനി നിനക്ക് ആ വീടിന്റെ മരുമകളാകാം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോട്ടെ. പ്രിയൻചേട്ടനെ എന്റെ അടുത്തുനിന്ന് തട്ടിയെടുത്തിട്ട് ഇപ്പൊ അവള് വലിയ ത്യാഗിയാകാൻ നോക്കുന്നു. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. ആദ്യം ഈ കത്തെഴുതിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അയാൾ എന്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് അറിയണം. പാറു അല്ലെങ്കിൽ പിന്നെ ഇവളെ വൺ സൈഡായി പ്രേമിക്കുന്ന ആ കൈലാഷായിരിക്കും. കൈലാഷ് സർ, Oh
തുളസിന്റെ എവിടെ? ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നത്. എനിക്ക് സാറിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ആ, എന്താ ചോദിച്ചോളൂ. പാറുവും പ്രിയൻചേട്ടനും തമ്മിലുള്ള ബന്ധം തകർക്കാൻ നിങ്ങൾ എന്തിനാ ശ്രമിക്കുന്നത്? നല്ലവനെ പോലെ അവർക്ക് വേണ്ടി അമ്മയോട് സംസാരിക്കാൻ വന്നതുകൊണ്ട് ബാക്കിയുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ പൊടിയിട്ട് കാണും. പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. തുളസി, എന്ത് മനസ്സിലാക്കി നീ പറയുന്നത്? പ്രിയനെയും പാർവതി അകറ്റാനുള്ള ഒരു ഉദ്ദേശവും എനിക്കില്ല. അതെങ്ങനെ ഇല്ലാതിരിക്കും? പാറുവിനെ സാറിന് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൾക്ക് പ്രിയൻചേട്ടനെ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറേണ്ടി വന്നു. അതിന്റെ ദേഷ്യം നിങ്ങൾക്ക് പ്രിയൻചേട്ടനോട് ഉണ്ടാവില്ലേ? ഒരിക്കലുമില്ല. വെറുതെ നുണ പറയണ്ട സർ. പ്രിയൻചേട്ടനെ ഞാൻ വിട്ടുകൊടുത്തെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അതിന്റെ വേദന ഇപ്പോഴും എനിക്കുണ്ട്. അത് നിങ്ങൾക്കും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ അവരുടെ ജീവിതത്തിൽ ഇടപെടാതെ മാറി നിന്നു. നിങ്ങൾ അവരെ തമ്മിൽ തല്ലിച്ച് പിരിക്കാനാ നോക്കുന്നേ.